ഹായ് ഫ്രണ്ട്സ്, കൊച്ചു ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇത് സാംസങ്ങിൻ്റെ നോട്ട് 3 നിയോ എന്ന് പറഞ്ഞ ഫോണാണ്. ഇത് സോഫ്റ്റ്വെയറിൻ്റെ മിസ്സിംഗ് ആണ്. ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സാംസങ് എന്ന് പറഞ്ഞ് നിൽക്കുള്ളൂ, ഓൺ ആവില്ല. അപ്പോൾ ഈ ഫോൺ നമുക്ക് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ചെയ്യുക എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും ഈ വീഡിയോക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഡൗൺലോഡ് ചെയ്യാം. ഇതേ മെത്തേഡ് തന്നെയാണ് എല്ലാ സാംസങ്ങിൻ്റെ ഫോണും നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഫോണിൻ്റെ ബാറ്ററിയിൽ 50% മുകളിൽ ബാറ്ററി ചാർജ് ഉണ്ടാവണം. 50% മുകളിൽ താഴെയാണെങ്കിൽ നിങ്ങൾ ഈ ഫോൺ സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഫോണുകൾക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ നിൽക്കുള്ളൂ, ഇതിനപ്പുറത്തേക്ക് പോകില്ല. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഫോൺ സോഫ്റ്റ്വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഹോം ബട്ടണ്, അതുപോലെ വോളിയം ഡൗൺ ബട്ടണ്, ഈ പവർ ബട്ടൺ, ഈ 3 ബട്ടണും ഒരേ ടൈമിൽ പ്രസ് ചെയ്ത് പിടിക്കണം. ഇങ്ങനെ കാണിച്ചില്ല, ഇങ്ങനെ പിടിച്ചിട്ട് ഒരേ സമയം പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വോളിയം അപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഓഡിൻ മോഡിലേക്ക് വരും നിങ്ങളുടെ ഫോണ്. അതിനുശേഷം നിങ്ങളുടെ ഡാറ്റ കേബിൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈ ഓഡിൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഓഡിൻ്റെ സോഫ്റ്റ്വെയർ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ആപ്പി എന്നുള്ള ഇതിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ ഏത് ഫോണാണോ ആ ഫോണിന്റെ ഫേംവെയർ നിങ്ങൾ ഗൂഗിളിൽ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സെർച്ച് ചെയ്താൽ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പൊ ഈ ഫോണിന്റെ ഫേംവെയർ ഞാൻ ഈ വീഡിയോക്ക് കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഓഡിന്റെ സോഫ്റ്റ്വെയർ ഞാൻ ഇതിന് കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോൺ സാംസങ്ങിന്റെ ഈ ഫോണാണെങ്കിൽ, ഇതുപോലത്തെ ഫോണാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഈ ഫേംവെയർ വെച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇനി വേറെ ഏതെങ്കിലും ഫോണാണെങ്കിൽ, മോഡൽ ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി കമന്റിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് തരും ചെയ്യും. അപ്പോ ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഈ ആപ്പ് എന്നുള്ളതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നിങ്ങളുടെ ഫോണ് കേബിൾ കണക്ട് ചെയ്യുക. ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഡാർക്ക് ബ്ലൂ വരുന്നതാണ്. ഒരു ഡാർക്ക് ബ്ലൂ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഫോൺ കണക്ട് ആണ്. അതിനുശേഷം ഇത് ടിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഡൗൺലോഡിംഗ് മോഡിലായിട്ടുണ്ട്. ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ കാണിക്കും. ഈ ഡൗൺലോഡിങ് ഏകദേശം ഫുള്ളായി കഴിഞ്ഞാൽ ഇതിന്റെ ഫേംവെയർ ഡൗൺലോഡായി.
ഇവിടെ കാണാം, സിസ്റ്റത്തിൽ കാണാം റീസെറ്റ് പാസ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ സാംസങ് ഗാലക്സി, ഇനി നിങ്ങൾക്ക് കേബിൾ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇതിൽ കാണാം ഇതിന്റെ ഫയലുകൾ റീസ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ ഏതാ ഓണായി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമെന്നും അറിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഫോൺ പഴയ പോലെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ചെയ്യാവുന്നതാണ്. ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഈ ഫോണ് 50% മുകളിൽ ബാറ്ററി ഉണ്ടായിരിക്കണം ഫോണിൽ. പിന്നെ നല്ല കേബിൾ ആയിരിക്കണം. ലോക്കൽ കേബിൾ ഒന്നും കൊണ്ട് നിങ്ങൾ സോഫ്റ്റ്വെയർ ചെയ്യാൻ നിൽക്കരുത്. അതേപോലെ ചെയ്യുന്ന സമയത്ത് കേബിൾ അളകെ ലൂസായി അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന് പറ്റ ഡെഡ് ആവും. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോൺ ഏത് ഫോണാണോ അതിന്റെ സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം. ബൈ ബൈ.